ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പോയിന്റ്, ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിള്ളേരോടുള്ള ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. സത്യം ഈ പൂക്കാലം വരവായി എന്നുള്ള സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാവരും ഇത് പറയുമ്പോൾ ഇന്നലെ ആലോചിച്ചത് ഏതാ പടം. ഏറ്റവും നല്ല ക്ഷമ വേണം എന്ന് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ അതൊന്നും നമുക്കൊരു ആവശ്യവും വന്നില്ല. സർക്കിട്ട് ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഡയറക്ടർ തമർ, ആസിഫ് ആൻഡ് ദീപക്. ഹൈ. ഈ സർക്കിട്ട് നിന്ന് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. അതായത് കുഞ്ഞിലേക്ക് വീട്ടുകാർ പറയല്ലോ സർക്കിട്ടോ മടിയൊന്നുമില്ല, പഠിക്കാൻ മടിയാണ്, അതാണ് ആദ്യം ഓർമ്മ വരിക. ഈ പേരിലേക്ക് എങ്ങനെ എത്തിയേ ഡയറക്ടർ? അല്ല, ആ സെയിം മൊമെന്റ് തന്നെയാണ്. നമ്മള് ഒരു ജോയി ആയിട്ടുള്ള ഒരു ട്രിപ്പാണല്ലോ സർക്കിട്ട്. നമുക്കൊരു ഷോർട്ട് ട്രിപ്പുകളാണ് ഇത് പറയാം, നമുക്കൊന്ന് സർക്കിട്ട് പോകാം അല്ലെങ്കിൽ ഒരു സർക്കിട്ട് അടിച്ചിട്ട് വരാമെന്നാണ്. സിനിമയും ബേസിക്കലി ഒരു യാത്രയാണ്. ആ യാത്രയുടെ എൻഡിൽ സംഭവിക്കുന്ന ഇതുപോലത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. അപ്പൊ അതിനെ ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന വേർഡ് സർക്കിട്ട് ആണെന്ന് തോന്നിയിട്ടാണ് ഫിക്സ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് കുറച്ച് കോമൺ ആയിട്ട് ഇപ്പോഴും പറയില്ലേ മലപ്പുറം. ഞാൻ ആദ്യം കരുതിയത് ഇതങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ്, പക്ഷെ അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചില പേരുകൾ ഇടുമ്പോ നമുക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള പേരുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ സർക്കിട്ട് എന്നുള്ളൊരു പേര് ഇതിനു മുന്നേ വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. അത് നിങ്ങളെവിടെയും പറയില്ലേ ഈ സർക്കിട്ട്? കോഴിക്കോട് മലബാറിന്റെ ഒരു കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഒരു സർക്കിട്ട് തന്നെ. അപ്പൊ ഇതൊരു ട്രാവൽ മൂവിയാണോ? ട്രാവലും ഉണ്ട്, യാത്രയുണ്ട് അതില്. ഷോർട്ട് ട്രിപ്പ് ഉണ്ട്. ഇപ്പം ആസിഫിന്റെയും കുട്ടിയുടെയും ഫോട്ടോ കാണുമ്പോഴേ ഭയങ്കര ഭയങ്കര പ്ലസന്റാ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുട്ടികൾ ഡീൽ ചെയ്യാൻ ഭയങ്കര ഒരു തഴക്കം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എന്റെ ആദുനും ഇപ്പൊ ഓൾമോസ്റ്റ് ഇവന്റെ ഏജ് തന്നെയാണ്. അപ്പൊ കുറെ റെഫറൻസസും കുറെ മൊമെന്റ്സ് ഒക്കെ നമ്മളുടെ റിയൽ ലൈഫ് എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഈ ഫില്ലേഴ്സ് ആയിട്ട് ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ ഉള്ളൊരു ആക്ടിവിറ്റി വേണം, ഒരു ആക്ടിവിറ്റി വേണം എന്ന് തമറിന് പറയാൻ പറ്റുള്ളൂ. അത് എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് പല സമയത്തും നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ലൊക്കേഷനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാട് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ അതൊക്കെ പലതും നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ജപ്പുവിന് ഒർഹാൻ ചെയ്ത ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പോയിന്റ്, ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാരക്ടർ നിൽക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും സമയം ആ കാസ്റ്റിംഗിലേക്ക് വരാനായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഏറ്റവും കൂടുതൽ ഓഡിഷൻസ് ചെയ്തത് അതിനായിരുന്നു. അപ്പം ഇതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ് ഒരു കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. കാര്യം ഈ 8 വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ട് ഒരു ത്രൂ ഔട്ട് സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവന്റെ മൂഡ് ഫ്ലക്ച്വേഷൻസ് വരും, അവന്റെ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതെല്ലാം ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പൊ ഏറ്റവും നല്ല ക്ഷമ വേണം എന്ന് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ അതൊന്നും നമുക്കൊരു ആവശ്യവും വന്നില്ല. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് ജപ്പു ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് ഒന്നും തമറിന്റെ ലൊക്കേഷനിലേക്ക് വരുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മുന്നേ തന്നെ ജപ്പുവായിട്ടുള്ള ഇന്ററാക്ഷൻസും സീൻ ഡിസ്കഷൻസും ചെറിയ ട്രയൽ ഷൂട്ട്സും ഒക്കെ ചെയ്തിരുന്നു. അപ്പം ഓൾറെഡി ഇവന് ഈ ഇൻസ്റ്റഗ്രാം പേജസും റീൽസും ഒക്കെ ചെയ്തിട്ട് ക്യാമറ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഒന്നുമില്ല, ആളുകൾ നോക്കി നിൽക്കുന്നു, എനിക്ക് ഡയലോഗ് പറയാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ വന്നു കഴിഞ്ഞ് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ നൈറ്റ് സീക്വൻസസ് കുറെ ഉണ്ടായിരുന്നു. സർപ്രൈസിംഗ്ലി ഞങ്ങള് പ്ലാൻ ചെയ്തതിനേക്കാൾ 2 ദിവസം മുന്നേ ഷൂട്ട് തീരുകയും ചെയ്തിട്ടാണ്. ഈ ദീപക് ഇപ്പം നമ്മൾ ട്രെയിലറിൽ മനസ്സിലാവുന്ന അച്ഛനമ്മയും സഹി കെട്ടും ഓരെ കൊണ്ട് അവനെ ഇപ്പൊ നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വില്ലു പോലെ നടക്കുകയാണ്, വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ്. ശരിക്കും സെറ്റിൽ എങ്ങനെയാ ഡീൽ ചെയ്തത്? സെറ്റിൽ ഇതുപോലെ അവന്റെ അമ്മേച്ചനുണ്ടായിരുന്നു സെറ്റില്, അവര് ഡീൽ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഷൂട്ടിന്റെ സമയത്തുള്ള പ്രശ്നങ്ങൾ പക്ഷെ അവൻ ഭയങ്കര ആക്ടറാണ്, രസമുള്ള ആക്ടറാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് സിനിമയ്ക്ക് വേണ്ടതെന്ന് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഡയലോഗ് പറയാ മാത്രമല്ല, അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാന്ന് മാത്രമല്ല, അതിൽ ചെറിയ ചെറിയ റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര രസമുള്ള അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡീൽ ചെയ്യാനൊക്കെ സിമ്പിൾ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ സിനിമയ്ക്കകത്ത് ആ 2 ക്യാരക്ടേഴ്സും ആ ഒരു ഇപ്പൊ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് സിനിമ കാണുന്ന സമയത്തും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുപോലുള്ള കുട്ടികളുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ കുട്ടീനെ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിള്ളേരോട് കുറച്ചുകൂടെ നമ്മള് പിള്ളേരോടുള്ള ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഫീൽ ചെയ്യും ഞാൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നും കൂടെ തോന്നുന്നു എനിക്ക് അവസാനം സിനിമ കണ്ടിറങ്ങും. ഈ ഇപ്പൊ കുറെ ഓഡിഷന്റെ കാര്യം പറഞ്ഞല്ലോ, കുറെ കുട്ടികളെ തപ്പി, എന്ത് പ്രത്യേകതകളായി ഒരു ക്യാരക്ടറിലേക്ക് തേടിയത്? അങ്ങനല്ല, ഫസ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും
കെയിനായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിങ് സ്കിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ എനിക്ക് ഈ ക്യാരക്ടറിൻ്റെ ലുക്കിലൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു, കുറച്ച് മെലിഞ്ഞ് പിന്നെ ബോഡിയൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ വേണമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ആക്ടിങ് സ്കില്ല് തന്നെയാണ് നന്നായി നോക്കിയിരുന്നത്. കാരണം ഈ പടത്തിലെ ഒരു മെയിൻ ക്യാരക്ടറാണ്. ആസിഫ് ഖാൻ്റെ കൂടെ ത്രൂ ഔട്ട് സ്ക്രീൻ ടൈം ഒക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരാൾ കൊണ്ടുവന്ന് അവൻ വർക്കായാലാണ് സിനിമയും വർക്കാവുള്ളത്. അപ്പം നമ്മൾ കൊടുക്കുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന് റെസ്പോൺസീവ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. കറക്റ്റായിട്ട് അവനെ കിട്ടി. ഇപ്പം ആസിഫിനെ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ കുറേ വൾണറബിലിറ്റീസ് ഒക്കെ ഉള്ള കുറേ ചാലഞ്ചസിലൂടെ കൂടെ കടന്നു പോകുന്ന ഒരാൾ എന്നാണ് മനസ്സിലാവുക. ഒരു ഭയങ്കര സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആ ഒരു സോണാണ് മനസ്സിലാവുക. ഈ ക്യാരക്ടർ എന്താ ഹുക്ക് ചെയ്തത്? എന്താ ഇയാളുടെ സ്ട്രഗിള് തന്നെയാണ് എനിക്ക്. ഈ ആമീർ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. ആമീർ അവിടെ വന്ന് ദുബായിലാണ് ഇത് ഷൂട്ട് ചെയ്തത്, UAE ഒരു പ്രൊമിസസിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏജിലുള്ള ഒരാൾ അവിടെ ഒരു ജോലി അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അയാൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചാലഞ്ചസ് മുഴുവൻ ഭയങ്കര ഓതന്റിക് ആയിട്ട് തന്നെ തമറ സ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് അയാൾക്കൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടാവുന്നതും ഒക്കെയാണ്. അപ്പൊ ആ മൊത്തത്തിലുള്ള ഇൻസിഡന്റും പിന്നെ എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഇവരുടെ രണ്ടുപേരുടെയും ബോണ്ടിങ് ആണ്. എനിക്കത് ചിലപ്പം എനിക്കൊരു മോനുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം, കുട്ടികളുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം, ആ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു. അതിൽ പറയുന്ന ഇമോഷൻ ഭയങ്കര രസമുണ്ട്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം എന്നും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം, പാരന്റ്സ് ആയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു എൻ്റെ മെയിൻ അട്രാക്ഷൻ. ദീപകിലേക്ക് വന്നാലോ, അച്ഛനാണ് കുട്ടിയുടെ സിനിമയിൽ, അതിനപ്പുറം ഈ കഥാപാത്രത്തിന്റെ ഒരു ഹുക്ക് എന്തായിരുന്നു? അതായത് ഇപ്പൊ ഒരു സീൻ എടുത്താൽ തന്നെ ഇപ്പൊ സിനിമയിൽ കുറെ സീക്വൻസുകളുണ്ട്. ഇപ്പൊ ഒരു സീൻ എടുത്താൽ തന്നെ അതിലൊരു കംപ്ലീഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇപ്പം നമ്മൾ ചില സിനിമകൾ കാണുന്ന സമയത്ത് ഒരു സീൻ വെറുതെ ആവശ്യമില്ലാത്തൊരു സീൻ ആയിരിക്കാം, മുഴച്ചിരിക്കുന്ന പോലെ തോന്നും. പക്ഷെ ഈ സിനിമയിൽ എല്ലാ സീനും ആ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന. അപ്പോൾ ഇപ്പോൾ ഒരു സീന് കഴിയുന്ന സമയത്ത് നമുക്ക് ആ സീനിന്റെ ഫീൽ കറക്റ്റായിട്ട് കിട്ടും എന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് തന്നെയാണ്. പിന്നെ ഉറപ്പായിട്ടും സിനിമ സ്ക്രിപ്റ്റ് തന്നെയാണ് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഒരു വെക്കേഷൻ ടൈമിൽ കൂടിയാണല്ലോ സിനിമ വരിക, അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാമിലീസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം കൂടി ആയിരിക്കും. ഇവന്റെ നമ്മളൊരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവന്റെ ഫുൾ കുസൃതി പരിപാടിയൊക്കെ ഉള്ള. അത് ഉറപ്പായിട്ടും പിള്ളേരുള്ള അല്ലെങ്കിൽ ആ ഏജിലുള്ള പിള്ളേരുള്ള വീട്ടുകാർക്കൊക്കെ കാണുമ്പം തോന്നും ഇത് തന്നെയാണ് എൻ്റെ വീട്ടിൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഉറപ്പായിട്ടും അവരിതെന്താണ് ഈ പടത്തിലുള്ളത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ പാട്ട് കണ്ട് അവർ തിയേറ്ററിലേക്ക് ഉറപ്പായിട്ടും വരും, ഈ സിനിമ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് സിമിലാരിറ്റി കൊണ്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് ഓർമ്മ വരിക പണ്ടത്തെ പൂക്കാലം വരവായി എന്നുള്ള സിനിമ ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു ജോണറിൽ വരുന്നത്. അപ്പം ഇത് എത്രത്തോളം വേറിട്ട് നിൽക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പം ആദ്യത്തെ സിനിമ കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സിനിമ. അപ്പോൾ അതൊരു ബോധപൂർവമായ ഒരു തീരുമാനമാണോ ജോണേഴ്സ് ആവർത്തിക്കാതിരിക്കുക? അങ്ങനെയല്ല, സത്യം ഈ പൂക്കാലം വരവായി എന്നുള്ള സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാവരും ഇത് പറയുമ്പോൾ ഞാൻ ഇന്നലെ ആലോചിച്ചത് ഏതാ പടം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെഫറൻസ് പോയിന്റിൽ ഒരു കാണാമായിരുന്നല്ലോ എന്ന് എനിക്ക് മിസ്സായ പടമാണ്. പിന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു ജോണറാണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അല്ല, ഞാൻ ആക്ച്വലി ഗൾഫിൽ പോയി. അപ്പോൾ ആദ്യകാലത്തൊക്കെ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ജോലി ചെയ്യണം, കുടുംബം നോക്കണം, ഇതിൻ്റെ കൂടെ സിനിമ എന്നുള്ള ഭയങ്കര സ്വപ്നമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു സെർച്ചിങ് ആയിരുന്നു, പ്രത്യേകിച്ച് അവിടെ നിന്നുകൊണ്ട്. ഇതൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ച കഥകളായിരുന്നു 1001 ഓണകളും സർക്കിട്ടും ഒക്കെ. അപ്പം ആക്സിഡൻറ്റിൽ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചെയ്യാം, എന്നാൽ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ആ രീതിയിൽ അവിടുത്തെ ലൈഫ് സീനൊക്കെ ഒബ്സർവ് ചെയ്തപ്പോഴാണ് സർക്യൂട്ടിന്റെ ഐഡിയ കിട്ടിയത്. പിന്നെ 1001 1001 ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉള്ള ഏരിയയിൽ മാത്രമുള്ള കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ മൊത്തം സബ്ജക്റ്റിനൊരു ഇത് മെച്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒരു കുട്ടിയുടെ ആംഗിളിൽ നിന്നും ഒരു സൗഹൃദത്തിന്റെ ആംഗിളിൽ നിന്നും പാരന്റിന്റെ ആംഗിളിൽ നിന്നൊക്കെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും വ്യത്യസ്തമായ സിനിമ ചെയ്യാന്നുള്ളതാണ് ആഗ്രഹമായിട്ടുള്ള കാര്യം. ഇപ്പം ആസിഫിന് ഈ കഴിഞ്ഞ വർഷം എന്നുള്ളത് ബെസ്റ്റ് ഇയർ എന്ന് പറയാം അല്ലേ? നല്ല 3-4 സിനിമകൾക്ക് ശേഷമാണ് സർക്കിട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതായത് പലതരം ചാലഞ്ചസിലൂടെ കരിയറിലും കടന്നു പോയിട്ടുണ്ടല്ലോ, അതിനുശേഷം വലിയ വിജയത്തിന്റെ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പം നിൽക്കുന്നത്. ഈ 2 എക്സ്പീരിയൻസും തന്നൊരു പാഠം എന്തായിരിക്കും സിനിമയെന്ന്? കീപ് ഓൺ ട്രൈയിങ്. അത് തന്നെയാണ് എനിക്ക്. സിനിമകൾ, മോശം സിനിമകൾ സംഭവിച്ചു കഴിയുമ്പോൾ ആ സിനിമയ്ക്ക് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് 2-3 മോശം സിനിമകൾ ചെയ്തിട്ട് 4ാമത് ചെയ്യുന്നത് ഒരു നല്ല സിനിമയാണെങ്കിൽ അത്
ആളുകൾക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. കാര്യം ഈ കഴിഞ്ഞ പടങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് അറിഞ്ഞിട്ട് കാണാം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഓട്ടോമാറ്റിക്കലി ആളുകൾ വരും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ തുടർച്ചയായിട്ട് വരുന്ന വിജയങ്ങൾക്ക് ശേഷം വരുമ്പോൾ അത് വലിയൊരു ചാലഞ്ചാണ്. ഈ കഴിഞ്ഞ പടങ്ങളുടെ അതേ ക്വാളിറ്റിയും അതേ എന്റർടൈൻമെന്റും കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കണം. അപ്പം ഒരു പ്രതീക്ഷയില്ലാതെ വരുന്ന ഒരു പ്രേക്ഷകനും ഒരുപാട് പ്രതീക്ഷയോടെ വരുന്ന പ്രേക്ഷകനും രണ്ടും പ്രശ്നമാണ്. രണ്ടും ഉണ്ട് പക്ഷെ ഇവിടെ. അതെ. അപ്പൊ എനിക്ക് പക്ഷെ ഇത്തരത്തിൽ ഇതൊരു കുഞ്ഞു സിനിമയാണ്. ഒരു ഭയങ്കരമായ ഗിമ്മിക്കും ഒന്നും നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് ഈ കഴിഞ്ഞ സിനിമകൾ തന്ന ഒരു വിജയം, നല്ലൊരു ഓപ്പണിംഗ് കിട്ടി, ആളുകളിലേക്ക് കൂടുതൽ പെട്ടെന്ന് എത്താൻ സഹായിച്ചേക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. ഈ ഇത്തരത്തിലൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു വിജയം ആവശ്യമാണ്. എനിക്ക് പേഴ്സണലി ആസിഫിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് കിഷ്കിന്ദകാണ്ഡമായിരുന്നു. ഒരുപാട് പേര് പറയുകയും ചെയ്തൊരു പെർഫോമൻസ്. അതിനുശേഷം ഇപ്പം സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെ പണ്ടത്തെ അതേ ഒരു പാറ്റേൺ തന്നെയാണ്? അല്ല, എനിക്ക് പഴയ അതേ പാറ്റേൺ തന്നെയാണ്. എനിക്ക് എക്സൈറ്റ്മെന്റ് തരുന്നത് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ അറിയാതെ വന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്തുണ്ടാവും. ഇത്രയും സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നല്ല നല്ല ക്വാളിറ്റീസ് ഞാൻ അറിയാതെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് ഒന്ന് കുറച്ച് കൺട്രോൾഡ് ആണ് ഇപ്പോൾ. പണ്ട് നമ്മൾ ചാടിക്കയറി സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ഒന്ന് ഞാൻ കാം ഡൗൺ ചെയ്തു വെച്ചിട്ടുണ്ട്. ദീപകിലേക്ക് വന്ന ദീപക് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മഞ്ഞുമലിന് ശേഷമാണ് ഒരു വലിയ റിസപ്ഷൻ ഉണ്ടായത്. മലർവാടി മുതൽ ഇവിടെ നിൽക്കുന്ന ആളാണ്, പക്ഷെ മഞ്ഞുമലിന് ശേഷം അത് തന്ന ഓപ്പണിംഗ് ഭയങ്കര വലുതാണ്. പൊന്മാൻ ഞാൻ പറയണം ഓർത്തോട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതെ, അപ്പൊ ഇപ്പൊ എന്ത് മാറ്റാ ഈ തേടി എത്തുന്ന സിനിമകൾക്ക്, കഥകൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഉണ്ടോ? എങ്ങനെയാ? ഇല്ല, കുറച്ച് സിനിമകൾ, നല്ല സിനിമകൾ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ മഞ്ഞുമൽ ഒരുപാട് ആൾക്കാർ കണ്ട സിനിമയാണ്. കൂടുതൽ ആൾക്കാർ സിനിമ കാണുമ്പോഴാണല്ലോ, നമ്മളിപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമ ആരും കാണാതെ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ല. കൂടുതൽ ആൾക്കാർ കാണുമ്പോഴാണ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പം നമ്മളെയും ചിന്തിക്കുമോ അപ്പോൾ അങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷമായിരിക്കും, അതുകൊണ്ടായിരിക്കാം കുറച്ച് സിനിമകൾ വരുന്നുണ്ട്. മഞ്ഞുമലിന് ശേഷമാണ് ഞാൻ സർക്യൂട്ടും കഥ ദിവ്യയിലേക്ക് എത്തിയ എങ്ങനെയാ? ദിവ്യ ഓൾ വി ഇമാജിൻ ഒക്കെ കഴിഞ്ഞ് വലിയൊരു ആഘോഷം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. അല്ല, ആക്ച്വലി നമ്മൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത സമയത്ത് ഓൾ വി ഇമാജിന്റെ ക്യാൻസർ ഒന്നും സംഭവിച്ചിട്ടില്ല. ദിവ്യനെ ഞാൻ മുൻപ് കണ്ട സിനിമകളുടെ റെഫറൻസ് വെച്ചിട്ടാണ്, ഇപ്പൊ അറിയിപ്പാണെങ്കിലും ആള് വന്നാൽ ഇത് അമ്മ നന്നാവുമെന്ന് തോന്നലാണ് ദിവ്യനെ കോണ്ടാക്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് ഇഷ്ടമായി, അങ്ങനെ ചെയ്തു. ഷൂട്ട് നടക്കുമ്പോഴായിരുന്നു ഓൾ വി ഇമാജിൻ റിലീസ് ആവുന്നത്. അതിനിടയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളുകൂടിയാണല്ലോ അല്ലെ? ഈ ഇൻഡിപെൻഡന്റ് സിനിമകളോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാ? എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളതും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതും അത്തരം സിനിമകളാണ്. പിന്നെ നിലനിൽപ്പിൻ്റെയും ഇതൊരു ബിസിനസ് ആയതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അത്തരം കണ്ടന്റുകൾ ചെയ്യാം. അത് കാരണം എന്നെ നന്നായി ഇൻസ്പയർ ചെയ്തിട്ടുള്ള അത്തരം സിനിമകളാണ്. ഇറാനിൽ നിന്നാണെങ്കിലും സ്പെയിനിൽ അങ്ങനെ വന്ന കുറേ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അത്തരം സിനിമകൾ എടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഫാസിൽ എൻ്റെ 1001 ഓണങ്ങളുടെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. ഈ സിനിമയുടെ സ്പോട്ട് എഡിറ്ററാണ്. അപ്പം അവനങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ 1001 അഭിനയിച്ച ഷംല എന്നുള്ളതാണ് ഫെമിനിച്ചി ഫാത്തിമയിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ അങ്ങനെ ഒരു പൈസ ഇട്ട് പ്രൊഡ്യൂസർ ആയിട്ടുള്ളതല്ല, അതിന് വേണ്ട ചില ഫെസിലിറ്റികൾ അറേഞ്ച് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ അതിന് കിട്ടിയ റിസപ്ഷൻ ഭയങ്കര ഇൻസ്പയർ. ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ് അത്. അത് ഇനി ഇത് കഴിഞ്ഞാലും വീണ്ടും അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്നുള്ളതാണ് ഭയങ്കര ഡ്രൈവുള്ള കാര്യം. ഈ ബ്ലാക്ക് എന്താ ആക്സിഡന്റലി സംഭവിച്ചതാണ്. അതെ അതെ അതെ, നമുക്ക് 2 പേർക്കും 3 പേർക്കും അങ്ങനെ സംഭവിച്ചത് മാറ്റിയതാ. അപ്പൊ സർക്യൂട്ട് ഒരു വലിയ ആഘോഷമാട്ടെ, പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ ആണ്, വെക്കേഷൻ ആണ്. കുട്ടികളെല്ലാവരും തിയേറ്റർ വന്ന് കണ്ട് സിനിമ ഏറ്റെടുക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.